ഒരു 10 വയസ്സുകാരനെ അധ്യാപകർ തല്ലിച്ചതച്ചാലോ, അതും ഉരുളൻ വടികൊണ്ട് തലയ്ക്ക് പിന്നിൽ മാരകമായി അടിക്കുക, മുളങ്കാലിലും അല്ലാതെ കാലിൻ്റെ ഭാഗങ്ങളിലും മാരകമായി മർദ്ദിക്കുക. ഇത് ഒരു പിതാവ് കാണുക. എത്ര ക്രൂരമായിരിക്കും ആ കാഴ്ച. ആ കുട്ടി എന്തുമാത്രം വേദന സഹിച്ചിട്ടുണ്ടാകും. ഞാൻ പറയുന്നത് ഉത്തരേന്ത്യയിൽ നടന്ന അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ ഏതെങ്കിലും സ്കൂളിൽ നടന്ന സംഭവമൊന്നുമല്ല, കേരളത്തിൽ നടന്ന സംഭവമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്ര കലാനിലയത്തിൽ നടന്ന ക്രൂരതയുടെ കഥയാണ് ഞാൻ പറയുന്നത്. 10 വയസ്സുകാരനായ ഒരു കുട്ടി അവിടെ കൃഷ്ണനാട്ടം പഠിക്കാൻ എത്തുന്നു. 2 വർഷം മുമ്പാണ് കുട്ടി കൃഷ്ണനാട്ടം പഠിക്കാൻ അവിടെ ചേരുന്നത്. ആദ്യ വർഷം തന്നെ 2 അധ്യാപകർക്ക്, അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരെ സാറന്മാരെന്നല്ല പറയുന്നത്, ആശാന്മാരെന്നാണ് വിളിക്കുന്നത്. ആശാന്മാർക്ക് ഈ കുട്ടിയെ അത്ര അങ്ങോട്ട് സുഖിച്ചില്ല. കഴിഞ്ഞ വർഷവും കുട്ടിക്ക് മർദ്ദനം ഏറ്റിരുന്നു. എന്തെങ്കിലും ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ, പഠിപ്പിക്കുന്നതിൽ ചെറിയ എടുക്കാൻ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പ്രത്യേകിച്ച് ക്ഷേത്ര കലാരൂപങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാകും. കൃഷ്ണനാട്ടമൊക്കെ പഠിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ട് ഉള്ള കലാരൂപം തന്നെയാണ്. ആ കുട്ടിക്ക് കഴിഞ്ഞ വർഷം മർദ്ദനമേറ്റിരുന്നു. അന്ന് കുട്ടി പിതാവിനോട് പരാതി പറഞ്ഞു, അച്ഛാ, എന്നെ ഇങ്ങനെ സാറന്മാർ ഉപദ്രവിച്ചു, ആശാന്മാർ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞു. അന്ന് അച്ഛൻ പറഞ്ഞു, വേണ്ട മോനെ, ഇനിയും പഠിക്കാനുള്ളതല്ലേ, അവിടെ തന്നെ പഠിക്കേണ്ടതല്ലേ, നമുക്ക് പരാതി പറയണ്ട എന്ന് പറഞ്ഞു. എന്നാൽ ഇത്തവണയും 2ാമത്തെ തവണയും മർദ്ദനം ആവർത്തിച്ചു. ഇത്തവണ മർദ്ദിച്ചത് ഒരല്പം കടന്നുപോയി. ചെവിക്ക് പിന്നിൽ, അതായത് തലയുടെ പുറകിൽ മാരകമായി അടിച്ചിരിക്കുന്നു, കാലിൽ മാരകമായി അടിച്ചിരിക്കുന്നു. 2 അധ്യാപകരാണ്. ഒരാളുടെ പേര് ഒരു MV ഉണ്ണികൃഷ്ണൻ. അദ്ദേഹം വേഷവിഭാഗം അധ്യാപകനാണ്. വേഷവിഭാഗം അധ്യാപകനായ MV ഉണ്ണികൃഷ്ണൻ. FIR ഇട്ടിട്ടുണ്ട് പോലീസ്, അതുകൊണ്ടാണ് ഞാൻ പേരൊക്കെ വിളിച്ച് പറയുന്നത്. MV ഉണ്ണികൃഷ്ണൻ. മറ്റൊന്ന് അകമ്പടിക്കാരനായ മുരളി. ഈ 2 അധ്യാപകർ ചേർന്നാണ് ഈ കുട്ടിയെ മാരകമായി മർദ്ദിച്ചത്. 10 വയസ്സേ ഉള്ളൂ കുട്ടിക്ക്. പിതാവ് കണ്ടു. നമുക്കറിയാം, നമ്മുടെ മകനോ മകൾക്കോ കൈത്തുമ്പ് ഒന്ന് മുറിഞ്ഞാൽ തന്നെ, അല്ലെങ്കിൽ ഒന്ന് വീണ് മുട്ടൊന്ന് ഉരഞ്ഞാൽ തന്നെ നമ്മുടെ നെഞ്ച് പൊട്ടും. ഒരു ചെറിയ പനി വന്നാൽ നമ്മുടെ നെഞ്ച് പൊട്ടും, ഇല്ലേ? അങ്ങ് ദൂരെ ഗാസയിൽ ബോംബ് പൊട്ടുമ്പോൾ നമ്മുടെ നെഞ്ച് പിടയും. ഇപ്പോൾ വയനാട് സംഭവിച്ചപ്പോൾ നമ്മുടെ നെഞ്ചാകെ കീറിയിരിക്കുകയാണ്, ഇല്ലേ? കണ്ണീര് തോർന്നിട്ടില്ല. അപ്പോൾ സ്വന്തം മകനെ പഠിക്കാൻ വിട്ടിട്ട്, അതും ഒരു ക്ഷേത്രകല പഠിക്കാൻ വിട്ടിട്ട്, ക്ഷേത്രത്തിന് കീഴിലുള്ള സ്ഥാപനത്തിൽ പഠിക്കുമ്പോൾ കുട്ടി സുരക്ഷിതനായിരിക്കും എന്ന വിശ്വാസത്തിൽ പഠിപ്പിക്കുമ്പോൾ ആ പിതാവ് മകനെ കാണുന്നത് ശരീരമാകെ മർദ്ദനമേറ്റ പാടുകൾ, അതും മാരകമായ മർദ്ദനമേറ്റ പാടുകളുമായി 10 വയസ്സുകാരനായ മകനെ അച്ഛൻ കാണുമ്പോൾ, 2ാം വട്ടവും കാണുമ്പോൾ അച്ഛൻ എന്ത് തോന്നും? അച്ഛൻ പരാതിപ്പെട്ടു. ആദ്യം ആ ക്ഷേത്ര കലാനിലയം അധികൃതർക്ക് തന്നെ പരാതി കൊടുത്തു. അവർ ഡോക്ടർ P. നാരായണപിള്ള കമ്മീഷനായ ഒരു സമിതിയെ നിയോഗിച്ചു. അദ്ദേഹവും അവിടുത്തെ അധ്യാപകൻ തന്നെയാണ്, ഒരു വിഭാഗത്തിൻ്റെ ഡയറക്ടറാണ്. അദ്ദേഹത്തെ അധ്യക്ഷനാക്കി ഒരു കമ്മീഷനെ നിയോഗിച്ച് വിഷയത്തെക്കുറിച്ച് അന്വേഷിപ്പിച്ചു. വിഷയം അന്വേഷിപ്പിച്ചപ്പോൾ തന്നെ ഇവർക്ക് കാര്യം മനസ്സിലായി. ആശാന്മാർ നേരെ ഹൈക്കോടതിയെ സമീപിച്ച് മുൻകൂർ ജാമ്യമൊക്കെ എടുത്തു, അറസ്റ്റിൽ നിന്ന് ഒഴിവാക്കണമെന്ന്. ഈ പിതാവ് അവിടെ നിന്നില്ല. പിതാവ് നേരെ ബാലാവകാശ കമ്മീഷനിൽ പരാതി കൊടുത്തു. ഈ സമാന്തരമായി തന്നെ കമ്മീഷൻ വിഷയം അന്വേഷിച്ച് റിപ്പോർട്ട് കലാനിലയത്തിന് സമർപ്പിച്ചു, അതായത് ദേവസ്വം ബോർഡിന് സമർപ്പിച്ചു. റിപ്പോർട്ടിൽ എണ്ണി പറയുന്നുണ്ട്, ഈ ക്രൂരന്മാരായ നരാധമന്മാരായ അധ്യാപകർ പാവം പിഞ്ചു പൈതലിനോട് ചെയ്ത ക്രൂരത എണ്ണി പറയുന്നുണ്ട്. ഉടനെ തന്നെ നടപടി വന്നു. ഇവരെ 2 പേരെയും സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇവരെ സസ്പെൻഡ് ചെയ്തു. ഇനി പോലീസാണ് നടപടി എടുക്കേണ്ടത്. പോലീസ് FIR ഇട്ടിട്ടുണ്ട്. പക്ഷേ ഈ മാസം 30-ാം തീയതി വരെ അവർക്ക് ഹൈക്കോടതിയുടെ സംരക്ഷണയുണ്ട്. കാരണം അറസ്റ്റ് പാടില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ സസ്പെൻഡ് ചെയ്തതുകൊണ്ട്, കോളേജിൽ നിന്ന്, അതായത് കലാനിലയത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതുകൊണ്ട് ഒരുപക്ഷെയെങ്കിൽ ആ വ്യവസ്ഥ നിലനിൽക്കുമോ എന്ന് ഇനി നിയമവിദഗ്ധർ പരിശോധിച്ച് പറയും. കാരണം അവർ കോടതിയെ ധരിപ്പിച്ചിരിക്കുന്നത് ഇപ്പോഴും ക്ലാസ് നടക്കുന്നുണ്ട്,
മെയ്യഭ്യാസം നടക്കുകയാണ്, അവർക്ക് പഠിപ്പിക്കേണ്ടതുണ്ട്, അതുകൊണ്ട് അറസ്റ്റ് നടന്നു കഴിഞ്ഞാൽ കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയില്ല എന്നാണ് ഹൈക്കോടതിയെ ധരിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഹൈക്കോടതി അവർക്ക് മുൻകൂർ ജാമ്യം നൽകിയത്, അറസ്റ്റ് വിലക്കിയിരിക്കുന്നത്. ബാലാവകാശ കമ്മീഷനും ഇവർക്ക് എതിരെ നടപടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. സർക്കാർ തലത്തിലും ഇവർക്കെതിരെ നടപടി വേണം, നടപടി എടുക്കണം. പിഞ്ച് കുട്ടികളെ പഠിക്കാൻ രക്ഷിതാക്കൾ പഠിപ്പിക്കാൻ ഏൽപ്പിച്ചാൽ അധ്യാപകർ, പ്രത്യേകിച്ച് ക്ഷേത്രത്തിൻ്റെ കീഴിലുള്ള അധ്യാപകരൊക്കെ ഇങ്ങനെ കാണിച്ചു തുടങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ? മാരകമായി ഉരുളൻ തടി കൊണ്ട് അടിക്കുക എന്ന് പറഞ്ഞാൽ തലയ്ക്ക് പുറകിൽ അടിക്കുക. കുട്ടിക്ക് മറ്റെന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് ചെയ്യും? കാല് അടിച്ചൊടിക്കുക. എന്ത് ക്രൂരമായ നടപടിയാണ് ചെയ്തിരിക്കുന്നത്. ഇവരെ കയ്യാമം വച്ച് ജയിലിൽ അടയ്ക്കേണ്ടതാണ്. കയ്യാമം വച്ച് വിയ്യൂരോ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലോ അടയ്ക്കേണ്ടതാണ് ഈ നരാധമന്മാരായ അധ്യാപകരെ. കുട്ടി പഠിക്കാൻ കേമനായിരിക്കണമെന്നില്ല. കൃഷ്ണനാട്ടം തന്നെയല്ലോ, അല്ല MBBS-നല്ലല്ലോ പഠിക്കുന്നത്, ഒരു ക്ഷേത്രകലയാണല്ലോ പഠിക്കുന്നത്. പഠനത്തിൽ പിഴവ് വന്നു കഴിഞ്ഞാൽ വേദിയിൽ കയറാൻ കഴിയില്ല, അല്ലെങ്കിൽ അരങ്ങത്ത് ശോഭിക്കാൻ കഴിയില്ല, അങ്ങനെ അല്ലേ സംഭവിക്കുകയുള്ളൂ. അല്ലാതെ മറ്റാരുടെയും ജീവൻ അപകടത്തിൽ പെടില്ലല്ലോ. MBBS-നല്ലല്ലോ പഠിക്കുന്നത്, അല്ലാതെ റോക്കറ്റ് വിടാനല്ലല്ലോ പഠിക്കുന്നത്. ഈ കുട്ടി പഠനത്തിൽ പിഴവുണ്ടെങ്കിൽ രക്ഷിതാക്കളെ അറിയിക്കുക, ഈ കുട്ടി പഠിക്കാൻ മോശമാണ്, കൃഷ്ണനാട്ടത്തിന് ഇവൻ ശോഭിക്കില്ല, ഇവനെ പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല, നിങ്ങൾ കുട്ടിയെ തിരികെ കൊണ്ടുപോവുക എന്ന മാന്യമായ ഭാഷയിൽ രക്ഷിതാക്കളെ അറിയിക്കാമല്ലോ. ഇത് അങ്ങനെയൊന്നുമല്ലാതെ ഉരുളൻ തടി കൊണ്ട് കുട്ടിയുടെ തലയ്ക്ക് പിന്നിൽ അടിക്കുക, കുട്ടിയുടെ കാല് അടിച്ച് തകർക്കുക, ഇതാണോ ചെയ്യേണ്ടത്? ബാലാവകാശ കമ്മീഷൻ ഇവർക്കെതിരെ നടപടി എടുക്കുമെന്നാണ് പ്രതീക്ഷ. പോലീസ് FIR എടുത്തിട്ടുണ്ട്, അതായത് പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവരെ ദേവസ്വം ബോർഡ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി മേൽ നടപടികൾ പോലീസായിരിക്കും സ്വീകരിക്കുക. ഏതായാലും ഈ നരാധമന്മാർക്കെതിരെ സംസ്ഥാന സർക്കാരും നടപടി എടുക്കണം എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.